സാങ്കേതിക വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങളുടെ വരവോടെ തൊഴിലില്ലായ്മയെ ഒരു പരിധിവരെ നാട്ടിൽ നിയന്ത്രിക്കാനായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. പെരിന്തൽമണ്ണ NTC കോളേജിന്റെ പുതിയ കെട്ടിടവും ക്യാമ്പസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 39 വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചുവരുന്ന NTC കോളേജിന്റെ പുതിയ ക്യാമ്പസും കെട്ടിടവും കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാടിനു സമർപ്പിച്ചു. NTC ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ മജീദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികളുടെ അവാർഡ് വിതരണം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വരവോടെ തൊഴിലില്ലായ്മ നാട്ടിൽ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ട് കഴിഞ്ഞുവെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കുറേ ഡിഗ്രികൾ കയ്യിൽ വെച്ചതുകൊണ്ടായില്ല, അതുകൊണ്ടൊരു ഉപജീവനത്തിന് കൂടി കഴിയണം, പെട്ടെന്നൊരു ജോലി ലഭ്യമാകണം. ഇപ്പോൾ നമ്മുടെ സ്കൂൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ആ ഒരു ആശയമാണ് പ്രതിഫലിച്ചത്. പിന്നെ നിശ്ചയമായും എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കുകളും ഒക്കെ ആ ദൗത്യമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിലൂടെ ധാരാളം കുട്ടികൾക്ക് തങ്ങളുടെ ഒരു മേഖല അവർ കണ്ട ഒരു വഴിയിൽ എത്തിച്ചേരാനും സാധിക്കുന്നു. 39 വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥികൾക്ക് വിദേശത്തും സ്വദേശത്തും അടക്കം തൊഴിൽ പ്രാപ്തരാക്കാൻ NTC ഗ്രൂപ്പിന് കഴിഞ്ഞുവെന്ന് ചെയർമാൻ ഡോക്ടർ NTC മജീദ് പറഞ്ഞു. UAE അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് ഏകദേശം ഒരു 38 ഔട്ട്ലെറ്റിലേക്ക് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് അവരിവിടെ വരുന്നു, ഞങ്ങൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുന്നു. ആ ഇൻ്റർവ്യൂ നടത്തിയ ശേഷം അവർ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. ആ കുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 2-3 മാസത്തിന് അവരെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം സെലക്ഷൻ കിട്ടിയ ആളുകളൊക്കെ ഏകദേശമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചടങ്ങിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് HOD മുഹമ്മദ് മുസമ്മിൽ, ലേഖ നായർ, അസൈനാർ V, മർഹബ ഗ്രൂപ്പ് ചെയർമാൻ അസീസ്, മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെലീന NM, സ്കിൽഡ് ട്രെയിനിംഗ് ഓർഗനൈസേഷൻ അജ്മൽ റാഫി തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. 1988 സ്ഥാപിതമായ NTC കോളേജ് വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നൽകുന്ന കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ AC എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, PGDCA, DCA, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, പ്രീ പ്രൈമറി TTC, കമ്പ്യൂട്ടർ TTC തുടങ്ങിയ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അംഗീകാരങ്ങളും ഇതിനോടകം ഈ സ്ഥാപനം നേടിയിട്ടുണ്ട്. കേരള സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അംഗീകാരത്തോടെയാണ് NTC കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. പെരിന്തൽമണ്ണ, മലപ്പുറം, നിലമ്പൂർ, മഞ്ചേരി, കോട്ടക്കൽ, പരപ്പനങ്ങാടി, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ NTC കോളേജിന്റെ ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.